സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നൊരു സിറ്റുവേഷനിൽ സഭാനാഥൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് ഞാനൊരു കാര്യം പറയാം, ഞാൻ പെരുമാറുന്നത് നീതിപൂർവം തന്നെയായിരിക്കും. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മന്ത്രിമാരാണ്, നല്ല മിടുക്കരെ. നിയുക്ത സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ഞങ്ങൾ ആശംസകൾ അറിയിക്കുകയാണ് ആദ്യം തന്നെ. വളരെ നന്ദി. ഈ പുതിയൊരു ഉദ്യമത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ്? ഉദ്യമം പുതുതാണെങ്കിലും എക്സ്പീരിയൻസ് പഴയതാണ്. ഞാൻ 1991 മുതൽ കേരള നിയമസഭയിലെ അംഗമാണ്. ഇപ്പം കൃത്യമായി കണക്ക് പറഞ്ഞാൽ 36ാമത്തെ വർഷമാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും എന്നെ ഈ ചുമതല ഏൽപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും വലിയ പ്രേരക ശക്തി ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിന് എൻ്റെ കൂടി സേവനം ഉണ്ടാകണം എന്നുള്ള തീരുമാനത്തോടു കൂടി ആയിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നോ, പിന്നീട് സ്പീക്കറിലേക്ക് കിട്ടിയാണോ? അല്ലല്ലല്ല, മന്ത്രിസ്ഥാനവും സ്പീക്കർഷിപ്പും തമ്മിൽ കാര്യമായ ബന്ധമില്ല. മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് എടുത്ത തീരുമാനം എക്സിക്യൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് തീരുമാനമെടുക്കാനും ചുമതലപ്പെടുത്തിയിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയിൽ അവരുടെ ചുമതല കുറച്ചുകൂടി വ്യത്യസ്തമാണ്. സ്പീക്കർഷിപ്പ് എന്ന് പറയുന്നത് സഭയ്ക്ക് ഒരു സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ ഭരണകക്ഷി ബന്ധത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും നല്ല അവരുടെ താല്പര്യങ്ങൾ പരിഗണിച്ചു കൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനെ ഭംഗിയായി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസാണ്. അതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ചലഞ്ച്. ആ വിജയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എപ്പോഴും സ്പീക്കർ കേൾക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. എങ്ങനെയായിരിക്കും ഇത്തവണ ഒരു സഭാ നിയന്ത്രണങ്ങളൊക്കെ? അല്ല, എന്ത് സഭാ നിയന്ത്രണങ്ങളല്ല, സഭയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി റൂൾ ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നൊരു സിറ്റുവേഷനിൽ സഭാനാഥൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് ഞാനൊരു കാര്യം പറയാം, ഞാൻ പെരുമാറുന്നത് നീതിപൂർവം തന്നെയായിരിക്കും. സാധാരണ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഹൈക്കോടതിയിലുള്ള ചിഹ്നം കണ്ടിട്ടില്ലേ, 2 ത്രാസ് 2 സൈഡിൽ വെച്ച് ഒരു വാള് പിടിച്ച് നിൽക്കുന്ന ഒരു എംബ്ലം ഓർക്കുമോ? മറക്കുകയില്ല. എൻ്റെയും ജോലി അതൊക്കെ തന്നെയാണ്. എൻ്റെ ജോലി ഈ ത്രാസിനകത്ത് കൂടുതലോ കുറവോ ഉണ്ടാകാതെ അതേസമയം ഗവൺമെൻറ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള പര്യാപ്തമായ സാഹചര്യം ഉണ്ടാക്കുക. ആ സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇരുവർക്കും തുല്യനീതി തന്നെയായിരിക്കും നിയമസഭയിൽ. അവരുടെ പെരുമാറ്റം ആക്ഷൻ പോലെ ഇരിക്കും. ആക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷനും വളരെ പോസിറ്റീവ് ആകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭംഗിയായി കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം റിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലേ, അതുകൊണ്ട് അവരുടെ ആക്ഷനെല്ലാം നല്ല പോസിറ്റീവ് ആകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഭംഗിയായി കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു വലിയ ഉദ്യമത്തിലായിരുന്നു താങ്കളുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷത്തിനെയും ഒപ്പം തന്നെ ഭരണപക്ഷത്തിൻ്റെയും നിയന്ത്രണമാണ് താങ്കൾ കേൾക്കുന്നത്. അതാണ് എൻ്റെ 36 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം. ഞാൻ ആദ്യം 91 ഈ കേരള നിയമസഭയിൽ എത്തുന്ന കാലത്ത് ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അന്ന് ഞാൻ വന്ന പശ്ചാത്തലം എന്താ, ഞാൻ ഭരണപക്ഷത്ത് നിൽക്കുന്നതുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷത്തിന് ഒരു ദുർബലമാക്കുന്ന ഒരു ജോലിയാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചും വന്നു. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണപക്ഷത്തെ ദുർബലമാക്കാൻ പറ്റുന്ന ജോലികൾ പിന്നീട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി 2 ത്രാസും കൃത്യമായി നോക്കി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം, നീതിപൂർവമായി ചെയ്യണം, നമ്മളുടെ നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നത്ര ഭംഗിയായി നടപ്പാക്കണം. അതാണ്. താങ്കൾ ഇതിനപ്പുറത്തേക്കൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിസഭാ ലിസ്റ്റൊക്കെ വന്നിരിക്കുകയാണ്, അതെങ്ങനെ നോക്കിക്കാണുന്നു പുതിയ മന്ത്രിമാർ? നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മന്ത്രിമാരാണ്, നല്ല മിടുക്കരെ. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ, എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ അത് പൊതുപ്രവർത്തന രംഗത്ത് അവർ ആർജിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൽപ്പേരിൻ്റെ രൂപത്തിലല്ലേ അവരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്നത്. ആ സൽപ്പേരില്ലാത്ത ആരെങ്കിലും കേരള നിയമസഭയിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വരുമോ? അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ മന്ത്രിസഭയും ഗുണപരമായ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ പര്യാപ്തമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ സ്പീക്കർക്ക് രാഷ്ട്രീയം പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ രാഷ്ട്രീയം ഇനി കൈകാര്യം ചെയ്യും? അതല്ല, പോസിറ്റീവ് രാഷ്ട്രീയം പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നെഗറ്റീവ് രാഷ്ട്രീയത്തിൽ പോകരുത് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് രാഷ്ട്രീയം നമ്മുടെ രാജ്യം നല്ലതാണെന്നും ഭരണഘടന മെച്ചപ്പെട്ടതാണെന്നും സാമൂഹ്യമായി നമുക്ക് മുന്നോട്ട് പോകണമെന്നും സാംസ്കാരികമായ ഔന്നത്യം കാണിക്കണമെന്നും അതുമല്ല രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്.
നെഗറ്റീവ് രാഷ്ട്രീയത്തിൽ വേറൊരാൾ മോശമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു സ്പീക്കറുടെ ജോലിയല്ല. പിന്നെ മൗലങ്കറാണ് നമ്മളെ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ഈ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള നമ്മളുടെ അംബേദ്കർ തുടങ്ങി ഇങ്ങോട്ട് ഈ ആദ്യത്തെ നിയമസഭാ സ്പീക്കറായ ലോക്സഭാ സ്പീക്കറായ മൗലങ്കർ അടക്കം നമ്മുടെ ഒത്തിരി എക്സ്പീരിയൻസസും അതോടൊപ്പം തന്നെ നിരവധി റൂളിങ്സും വന്നിട്ടുണ്ട്. അതെല്ലാം പാലിച്ച് മുന്നോട്ട് പോകുക. അതായത് വളരെ നന്ദി. താങ്ക് യു. ആയിക്കോട്ടെ. എന്തായാലും നീതിപൂർവമായ ഒരു സ്പീക്കർ അത് താൻ നിർവഹിക്കുമെന്ന് തന്നെയാണ് ആ സ്പീക്കർ ഇനി സ്പീക്കറായി ചുമതലയെടുക്കാനും പോകുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മീഡിയ വണ്ണുമായി പങ്കുവച്ചിരിക്കുന്നത്. രജീഷ് നരിക്കുരി, മീഡിയ വൺ, തിരുവനന്തപുരം.